ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയും ഒരു ഉള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 4 പച്ചമുളക് നടുവേ കീറി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പിൻ്റെ മുകളിലായി വെള്ളം നിൽക്കണം. ഇനി ഇതൊരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം പരിപ്പെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടി ഉണ്ടാക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അതിനുവേണ്ടി ഒരു ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ 2 ഉണക്കമുളക് നടുവേ പൊട്ടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നടുവേ കീറിയതും ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. കറിയിലേക്ക് ഒഴിച്ച് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റായി അറിയിക്കൂ. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.